ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വീക്കിൽ തന്നെ 2 എവിക്ഷനുകൾ, ഒരു മിഡ് വീക്ക് എവിക്ഷനും പിന്നെ വീക്കെൻഡ് എവിക്ഷനുമാണ് ഇത്തവണ ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ രീതി. അതായത് ഹൗസിലുള്ള എല്ലാവരും ഒരാളൊഴികെ ബാക്കി എല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ആ ഒരാൾ അഭിലാഷാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വീക്കിൽ ലാലേട്ടൻ തന്നെ പറഞ്ഞിരുന്നതാണ് മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാകുമെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഹൗസിലുള്ളവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ അത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. 6 പേരെ മിഡ് വീക്ക് എവിക്ഷന് വേണ്ടി തിരഞ്ഞെടുക്കാനാണ് ബിഗ് ബോസ് പറഞ്ഞത്. അതിനൊരു എല്ലാവരും അവരവരെന്തിനാണ് അവിടെ നിൽക്കേണ്ടത്, അതിൻ്റെ ആവശ്യകത എന്താണെന്നതിനെക്കുറിച്ചൊരു സ്പീച്ച് കൊടുക്കാൻ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. അങ്ങനെ തിരഞ്ഞെടുത്ത 6 പേര്, അതായത് ഷാനവാസിനെ അക്ബറിനെ ഒഴിവാക്കിയിട്ടാണ്, അവർ ഓൾറെഡി നോമിനേഷനിലുള്ളത് കൊണ്ട് അവരെ ഒഴിവാക്കിയിട്ടുള്ള 6 പേരെയാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്. അങ്ങനെ 6 പേരെ തിരഞ്ഞെടുത്തതിൽ അനീഷ്, ഒനീൽ, ഷാരിക, സരിക, രേണു സുധി, റെന, ഈ 6 പേരെയാണ് ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ 6 പേര് മിഡ് വീക്കിൽ, അതായത് ചൊവ്വ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ ഈ 6 പേരിൽ 2 പേര് എവിക്റ്റഡ് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്ക് ഇവർ ഏകദേശം സമാധാനത്തോടുകൂടി ഇരുന്നപ്പോഴാണ് പറയുന്നത് വീക്കെൻഡിലേക്കുള്ള നോമിനേഷൻ അത് ഉടനെ തന്നെ എല്ലാവരും പറയണം എന്നുള്ളത്. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ 6 പേരെ ഒഴിവാക്കി. അപ്പോൾ ഈ 6 പേരെ തന്നെ വീണ്ടും പറയാമെന്ന് വിചാരിച്ചിരുന്ന പലരും ഉണ്ട്. അപ്പോൾ ഈ 6 പേരെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരിൽ നിന്ന് വേണം, അതായത് അക്ബറും ഷാനവാസും ഓൾറെഡി ഉണ്ട്, ബാക്കിയുള്ളവരിൽ നിന്ന് നോമിനേറ്റ് ചെയ്യാം. അങ്ങനെ നോമിനേഷൻ പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞ പേര് ശൈത്യയുടെ പേരായിരുന്നു. അതായത് 6 വോട്ടുകളാണ് ശൈത്യയ്ക്ക് കിട്ടിയത്. ശൈത്യ ഒട്ടും ആക്റ്റീവ് അല്ല, ഇതുവരെ ഗെയിമൊന്നും തുടങ്ങിയിട്ടില്ല, ഭയങ്കര ലേസി ആയിട്ട് കാണുന്നു എന്നുള്ള റീസൺ വെച്ചിട്ടാണ് എല്ലാവരും ശൈത്യയുടെ പേര് പറഞ്ഞത്. പിന്നെ വോട്ട് നെവിനായിരുന്നു. നെവിനും ഫേക്കായിട്ട് കളിക്കുന്നു എന്നുള്ളതായിരുന്നു. നെവിനും ശരത്തിനും ഒരുപോലെ 5 വോട്ടുകൾ കിട്ടി. പിന്നെ ജിസേലിനും നമ്മുടെ ആദില നൂറയ്ക്കും 4 വോട്ടുകളും, പിന്നെ ആര്യനും ബിൻസി, ഇവരാണ് ലാസ്റ്റ് വന്ന. അനുമോളും ഉണ്ടായിരുന്നു. ഇതിൽ വരാതിരുന്ന ഒരേ ഒരാൾ അഭിലാഷ് മാത്രമായിരുന്നു. അഭിലാഷിന് ഒരേ ഒരു വോട്ടേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് തന്നെ അഭിലാഷിനെ ഒഴിവാക്കി. ബാക്കി എല്ലാവരും നോമിനേഷനിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരൊക്കെ പുറത്താകും, ആരൊക്കെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും. ബിഗ് ബോസിൻ്റെ കളിയാണ് ശരിക്കും നല്ലൊരു കളി ഇതിനകത്ത് വരുന്നത്. കണ്ടസ്റ്റൻസിനേക്കാളും നന്നായി കളിക്കുന്ന ബിഗ് ബോസ് ആണ്. കാരണം ഇങ്ങനൊരു എവിക്ഷൻ പ്രക്രിയ തന്നെ ഇത് ആദ്യമായിട്ടാണ്. ഇതിനകത്ത് എങ്ങനെ പോയാലും മിഡ് വീക്കിൽ ഒരു 2 പേര് പോവും, വീക്കെൻഡിലും 2 പേര് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 4 പേരോളം ഒഴിവാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ ഒഴിവാക്കിയതിന് ശേഷം, അതായത് കളിയിൽ മോശമുള്ളവരെ ഒഴിവാക്കിയതിന് ശേഷം വൈൽഡ് കാർഡ് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. രേണു സുധി ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് തുടരാൻ താല്പര്യമില്ല എന്ന് രേണു സുധി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രേണു സുധി പുറത്ത് പോകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. പിന്നെ ഇന്നലെ കൊണ്ടുവന്നൊരു റാങ്കിങ് ടാസ്ക്കാണ്. റാങ്കിങ് ടാസ്ക് എന്ന് പറയുമ്പോൾ അവിടെ ഉള്ളവർ തന്നെ അവരവരുടെ റാങ്ക്, അതായത് ഓരോരുത്തരുടെയും റാങ്ക് ഇടണം. അത് ഐക്യകണ്ഠേന തീരുമാനം എടുക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ ഓരോരുത്തരും തനിക്ക് ഇന്ന റാങ്ക് വേണം, അതിന് എന്താണ് കാരണം എന്നുള്ളത് പറയുകയും വേണം. അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു. അതിനിടയ്ക്ക് അനീഷിന് 1ാം റാങ്ക് തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നുണ്ടായിരുന്നു. അനീഷ് ഭയങ്കരമായിട്ട് ബഹളം വെച്ചു. അതുകൊണ്ട് തന്നെ അനീഷിന് 1ാം സ്ഥാനത്ത് കയറി ഇരിക്കുകയും ചെയ്തു. അനീഷിന് 1ാം റാങ്ക് കൊടുക്കണോ വേണ്ട എന്നുള്ള ചർച്ച. അപ്പോൾ അവിടെ ഭൂരിഭാഗം പേർക്കും അനീഷിന് 1ാം റാങ്ക് കൊടുക്കുന്നതിനോടൊരു താല്പര്യവും ഇല്ല. ഒടുവിൽ ഷാനവാസ് എഴുന്നേറ്റ് പറഞ്ഞു, നമുക്കിത് ബുദ്ധിപരമായി കളിക്കേണ്ട ടാസ്ക്കാണ്. ഓൾറെഡി ബാഡ്ജ് കയ്യിലുള്ളവർക്ക് അവരുടെ സാധനങ്ങൾ കയ്യിലുണ്ട്. അപ്പോൾ പിന്നെ ഫുഡ് എടുക്കാൻ അവർക്ക് കുറച്ചുകൂടി ടൈം കിട്ടും. അതുകൊണ്ട് അവരെ നമുക്ക് 1ാം സ്ഥാനത്തേക്ക് കൊണ്ടുവരാം. അങ്ങനെ നോക്കുമ്പോൾ ആര്യനും നെവിനും 1ാം സ്ഥാനത്തേക്ക് വന്നിരിക്കട്ടെ എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. പക്ഷേ അനീഷ് ഇത് സമ്മതിക്കുന്നില്ല. അങ്ങനെ ആകെ ബഹളമാവുന്നു. ഒത്തിരി നേരം പറഞ്ഞിട്ടും അനീഷ് കേൾക്കാത്തതുകൊണ്ട് ഷാനവാസ് പറയുന്നുണ്ട്, ശരി എന്നാൽ അനീഷ് തന്നെ 1ാം സ്ഥാനത്തിരിക്കട്ടെ, നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ആക്കരുത്, അതുകൊണ്ട് അനീഷിനെ തന്നെ 1ാം സ്ഥാനത്ത് ഇരുത്താമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആകെ ബഹളമായതിനെ തുടർന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ ടാസ്ക് ഞാൻ റദ്ദ് ചെയ്യുകയാണ്. കാരണം നിങ്ങൾക്ക് കറക്റ്റ് ടൈമിനൊരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചത്തെ പണിപ്പുര പോകാനുള്ള 2 ടാസ്കിൽ ഒരെണ്ണം റദ്ദ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കിത് നഷ്ടമായി. ശരിക്കും റാങ്കിങ് അനുസരിച്ചിട്ടാണെങ്കിൽ 1ാം സ്ഥാനത്ത് വരുന്ന ആളിന് 20 മിനിറ്റും 2ാം സ്ഥാനത്ത് വരുന്ന ആളിന് 15 മിനിറ്റും ബാക്കിയുള്ളവർക്ക് 10 മിനിറ്റും അങ്ങനെയാണ് ടൈം കൊടുത്തിരുന്നത്. പക്ഷേ ആ ഒരു ടാസ്ക് അത് വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചിരുന്നെങ്കിൽ കണ്ടസ്റ്റൻസിന് ഒത്തിരി ഫുഡും ബാക്കി സാധനങ്ങളും ഒക്കെ കിട്ടാനുള്ളൊരു ചാൻസ് തന്നെയായിരുന്നു. പക്ഷേ അതവർ മിസ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ജിസേലിൻ്റെ കേസാണ്. ജിസേൽ ഇന്നലെയും മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രൊമോയിൽ കാണിച്ചിരുന്നു, പിന്നെ സീസൺ 7 നിർത്തിവെക്കുകയാണ്, ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇന്നലെ ഇത് കാരണം ജിസേലാണ്. കാരണം ജിസേൽ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കാൻ ബാഡ്ജുള്ളവർക്ക് പറ്റും. അവർ ഈ മേക്കപ്പ് സാധനങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടെന്നാണ് ബിഗ് ബോസ് പറയുന്നത്. ഈ കാര്യത്തിൽ കണ്ടസ്റ്റൻസും ക്യാപ്റ്റനും ചേർന്നൊരു തീരുമാനം എടുക്കുന്നത് വരെ ബിഗ് ബോസിൻ്റെ സ്ഥാനത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടാവില്ല, നിങ്ങൾ ഗസ്റ്റായിട്ട് തുടരും എന്നാണ് പറഞ്ഞത്.
തുടർന്ന് ഷാനവാസ് എഴുന്നേറ്റ് ബാക്കിയുള്ളവരോട് സംസാരിച്ചു, ജിസേലിനോട് സംസാരിച്ചു. ആദില നൂറ വന്ന് പറഞ്ഞു ഞങ്ങളുടെ മേക്കപ്പ് സാധനം ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, ഇനി മുതൽ ഞങ്ങളത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു. ജിസേലിനോട് ചോദിക്കുമ്പോൾ ജിസേൽ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്, എൻ്റെ മുഖത്തേക്ക് നോക്കും, ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല എന്ന് പറയും. പക്ഷേ ജിസേലിൻ്റെ മുഖം കണ്ടാൽ അറിയാം മേക്കപ്പും ലിപ്സ്റ്റിക്കും എല്ലാം ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ബിന്നി എഴുന്നേറ്റ് പറയുന്നുണ്ട് ഞാൻ രാവിലെ കണ്ടതാണ്, വെളുപ്പിനെ എഴുന്നേറ്റപ്പോൾ ജിസേൽ മേക്കപ്പ് ഇടുന്നുണ്ട്, അത് മൈക്കിൻ്റെ പൗച്ചിൽ നിന്ന് എടുത്തിടുന്നതായിട്ട് കണ്ടു എന്ന് പറയുന്നുണ്ട്. പിന്നെ ജിസേലിനെ കൊണ്ടത് പറയിപ്പിച്ചു. കാരണം ലാലേട്ടൻ കൂടെ വാണിംഗ് കൊടുത്തിട്ട് പോയ ഒരാളാണ് ജിസേൽ. എന്നിട്ടും ജിസേൽ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായ രീതിയല്ല. അപ്പോൾ ജിസേൽ സമ്മതിക്കുന്നുണ്ട് ഇനി ഞാൻ ചെയ്യില്ല എന്നുള്ളത്. അത് പറഞ്ഞതോടുകൂടെ ഓക്കെ എന്നാൽ ഇനി ടാസ്ക് നമുക്ക് തുടരാമെന്നുള്ള രീതിയിൽ ബിഗ് ബോസ് സമ്മതിക്കുന്നുണ്ട്. അതാണ് ഒരു ജിസേലിൻ്റെ ഒരു കേസ്. പിന്നീട് അനീഷിൻ്റെ കേസിൽ അനീഷ് വന്നിരിക്കുമ്പോൾ സ്റ്റൂള് എടുത്ത് ഇടാനായിട്ട് പോകുമ്പോൾ നമ്മുടെ റെനയുടെ കാലിൽ തട്ടുന്നുണ്ട്. റെനയുടെ കാലിൽ തട്ടുമ്പോൾ റെന കരയുന്നുണ്ട്. അപ്പോൾ നീ ഡ്രാമ കളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു തർക്കം അവർ തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. ഞാൻ ഡ്രാമ കളിക്കുകയാണ്, നീ കരയെന്ന് അനീഷ് പറയുമ്പം ഇല്ല ഞാൻ കരയില്ല ചിരിക്കുമെന്ന് റെന പറയുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാകുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ടും നമ്മൾ കണ്ടത്. ഇനി വരും എപ്പിസോഡ്, അതായത് ഈ ഒരു മിഡ് വീക്ക് എവിക്ഷനും ഒരു വീക്കെൻഡ് എവിക്ഷനും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഇനി ആരൊക്കെ വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.